എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടെന്നറിയാം. മെയിൻ റീസൺ ഓണായപ്പോൾ ജോലി കിട്ടി, അതിന് പോയതാണ്. രാത്രി വരെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓണം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എങ്കിലും 2-3 ദിവസം ബിസിയായി. ഓണമൊക്കെ ആയിക്കൊണ്ട് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോഴാണ് മൊത്തത്തിൽ ഒന്ന് ഫ്രീ ആയി കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ട് മാക്സിമം ഡെയിലി വീഡിയോ ഇട്ട് പോകാൻ നോക്കാം. ഓക്കെ, പോയി ഇന്നാണ് പോകുന്നത് സൊല്ലാൻഡ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 54 ഓക്കെ. പോയി എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ശ്രക്കിലെ സീഗോഡ് ഐലൻഡ്, അവിടെ ബ്ലൈൻഡ് ഡേറ്റ് പോലെ ഒരു പരിപാടി. അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ശിശിയും ബേബി, ഇതിലൂടെ അവരുടെ ക്രഷിനെ കണ്ടുപിടിക്കാൻ, അവർക്ക് ഗേൾ ഫ്രണ്ട് ആകാൻ അങ്ങനെ പോയാണ്. അതുപോട്ടെ ആദ്യ റൗണ്ട് ലവ് ഫസ്റ്റ് സെറ്റ്, പെൺപിള്ളേരുടെ മുഖത്തുള്ള ഹാറ്റ് അല്ലെങ്കിൽ മാറ അത് മാറ്റണം. അതിനായിട്ട് ആദ്യം ഒരാൾ പോകുന്നു. എന്നാൽ യൂസാൻഷി അവന്റെ സ്കിൽ യൂസ് ചെയ്ത് അവനെ മാറ്റി. അവിടെ ചെന്ന് കുറെ പെൺപിള്ളേരുടെ പേർ തന്നെ ആദ്യം വെള്ളമാക്കി. അവരുടെ ചീത്ത വിളി. യുഹാവ മനസ്സിൽ ഇവിടെ 38-39 പയ്യന്മാരുണ്ട്, എന്നാൽ വാങ്ഡോങ്ങിനെ കാണാനില്ലല്ലോ. യൂസാൻഷി മാറി അവസാനം ഒരാളുടെ അടുത്തെത്തി. അവളെ ട്രിക്ക് ഉപയോഗിച്ച് ഹാറ്റ് മാറ്റി. അത് ഞാനേ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറെ പേര് ചെല്ലുന്നുണ്ട്. ചിലർക്ക് മാറ്റാൻ കഴിയുന്നില്ല, ചിലർ മാറ്റി. അവസാനം യുഹാവയാണ്. അവൻ വാങ്ഡോങ് എവിടെ എന്നറിയാനാണ് വന്നത്. യൂസാൻഷി അതിനെ നീ ഇപ്പോൾ പോയാൽ ഞാൻ എതിർക്കും, എന്നെ പിന്നെ കുറ്റപ്പെടുത്തരുത്. അവനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ സോൾ സ്പിരിറ്റ് അത് കാണിക്കാനുള്ള ടൈം ഇതാണ് എന്ന് വിചാരിച്ച് ഈ ചാൻസ് യൂസ് ചെയ്തു. ആരുടെ ഹാറ്റ് വേണമെങ്കിൽ മാറ്റാമല്ലോ, കാരണം ബ്ലൈൻഡ് ഡേറ്റ് ആണല്ലോ. ഇതിലൂടെ അവർ മാറ്റുവന്ന് അവനും അറിയാം. അവനെ കാണിച്ച് എല്ലാവരും ഷോക്ക്. എന്നിട്ട് ഷൂനുവിനെ ഉപയോഗിച്ച് ഹാറ്റ് അത് എടുപ്പിക്കുന്നു. എനിക്കത് തരൂ എന്നൊക്കെ പറഞ്ഞ് 5 പേരിൽ നിന്ന് അത് വാങ്ങിച്ച്. എന്നാൽ അടുത്ത ആളെ നിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തിരികെ വിളിച്ച് അവളുടെ സോൾ റിങ് വാങ്ഡോങ്ങിനെ പോലെ ആയിരുന്നു എന്ന് അവനും വിചാരിക്കണം. അവൻ അതിൽ ജയിച്ചു. ഒറ്റ ചാൻസിൽ 5 ഹാറ്റോ എന്ന് യൂസാൻഷി അവൻ ഈ കൊടിച്ച പോലെ. അത് കഴിഞ്ഞ് അടുത്ത മാച്ച് ലവ് ഫസ്റ്റ് സെക്കൻഡ് സൈറ്റ്. സംഭവം ഫീമെയിൽ സ്റ്റുഡൻസിന്റെ കയ്യിൽ ഒരു പേപ്പർ ഫ്ലയർ പോലെ 3 എണ്ണം ഉണ്ട്. അത് വോട്ടാണ്. അടുത്ത റൗണ്ടിലേക്ക് നിൽക്കണം വേണ്ടി എന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാൻ, ഇല്ലെങ്കിൽ ഔട്ടാണ്. ഓരോ പെമ്പിളേരും അവരുടെ വോട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. ഓരോ മെഡിസിന് കിട്ടാനും തുടങ്ങി. ചിലര് വെള്ളത്തിൽ വീഴാനും തുടങ്ങി. യൂസാൻ ഷെഫ് ഞാൻ എനിക്ക് വോട്ട് ചെയ്യും അവളും എടുത്തു. എന്നാൽ അത് അവന്റെ അടുത്തല്ലായിരുന്നു. ഞാൻ വേണ്ട, കൈട്ടുവിന് 2 എണ്ണം കൊടുത്തു. ശവശോ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് അവന് കൊടുത്തു, സേഫ് ആക്കി. ശവശോ കൈട്ടു നന്ദിയുണ്ട്. ഹുവാബീനാകട്ടെ 4 എണ്ണം, യുഹാവിക്കാകട്ടെ നിറഞ്ഞു. അവളെ നോക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടാത്ത പോലെയാണ് തോന്നി. അവള് ഫെമിലിയർ ആയിട്ട് തോന്നിയതല്ല. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ഡെസ്റ്റിനി ബോണ്ട് 3 ലൈഫ്. സംഭവം പ്രപ്പോസ് ചെയ്യണം ഫീമെയിൽസിന്. ഇംപ്രസ് ആയാൽ അവർ സെറ്റായി, അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റ് ഫ്ലോപ്പായി. അത് തുടങ്ങി ഓരോരുത്തർ പോയി അവരുടെ പ്രപ്പോസ് ചെയ്യും. ഇതെല്ലാം കണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് കൈട്ടു. അവന്റെ അവസരത്തിൽ യുഹാവ പോയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ശവശവനോട് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്പെഷ്യൽ ഗേൾ ആയിട്ടാണ് തോന്നിയത്. ഒരുപാട് നാൾ ഒരുമിച്ച് നീ എനിക്ക് സ്പെഷ്യൽ ഹാർട്ടിലായിട്ട് മാറി. അവൾക്ക് നാണ ആ ഹാറ്റ് വെച്ച പെണ്ണിനെ നോക്കുമ്പോൾ അവൾ തലയാട്ടുന്ന പോലെ, അവൾക്കും അറിയാവുന്ന പോലെ. അവന് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴാണ് ഹാപ്പി എന്ന് ഉറക്കെ പറഞ്ഞ്. അത് കേട്ട് അവനൊന്ന് നാണമായി വെള്ളത്തിൽ വീഴുന്നു. അതുകൊണ്ട് അവളെടുത്ത് ചാടി, പിന്നെ കെട്ടിപ്പിടി. അവിടെ അവര് സെറ്റായി. യഹോവയെ ഹാറ്റ് വെച്ച പെണ്ണ് തലയിടുന്നത് കണ്ട് അത് മനസ്സിലായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് യൂസാൻഷിയാണ്. ഞാൻ കാണിച്ചുതരാം. അവൻ വന്നപ്പോൾ തന്നെ അവിടെയുള്ള പെൺപിള്ളേർക്ക് ഇഷ്ടമായില്ല. അവൻ ബോണ്ട് അത് നനയ്ക്ക് കൊടുത്തു. അങ്ങനെ വിളിച്ച് അവളോട് ഞാൻ എത്ര തവണ നിന്നെ പ്രപ്പോസ് ചെയ്തെന്നറിയില്ല, ഇനിയും ചെയ്യും. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നിൽ വീണു. എന്നാൽ പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റ് അത് നിന്നെ ഡീപ്പായിട്ട് വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. അത് കേട്ട് അവൾക്ക് ദേഷ്യമുള്ളതുപോലെ. യുഹാവയ്ക്ക് ഇവർ തമ്മിൽ പാസ്റ്റിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലായി. അതവന്റെ ടട്ടൽ ബ്ലഡ് ലൈൻ അവൈക്കണിങ് റിച്വൽ ടൈം നടന്ന ആ സമയം ഞാനീറ്റ് കണക്ട് ആയത് എന്തോന്നാണെന്ന് ബേബി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അവേക്കണിയും എന്റെ സെക്ട് ഇനി കെയർ ചെയ്യില്ല, നീ മാത്രം. നിനക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും എനിക്കൊരു ഹോപ്പ് തന്നാൽ മതി, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്തൊക്കെ പറയുമ്പോൾ അത് കേട്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി. അതിനെന്തോ ഒരു റീസൺ അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കാം. അവളെ പ്രൊട്ടക്ട് ചെയ്തത് എല്ലാം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റിയാക്ഷൻ ഇല്ലാത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇനിയും കാത്തിരിക്കും എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഗീവ് അപ്പ് ചെയ്തു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ പോകുമ്പോൾ യുഹാവ വാങ്ഡോങ് എവിടെ എന്ന് പറഞ്ഞിട്ട് പോകും. അവന് റീവൈൻഡ് ചെയ്യാൻ എന്തൊരു ആക്ഷൻ. അവൻ ആലോചിച്ച് നോക്കുന്ന നടന്ന കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ. വാങ്ഡോങ്ങിനെ പല പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷൻ, അവനുള്ള എൽഡർ സിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞത് ക്ലൂ. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. വാങ്ഡോങ് ഒരു പയ്യനല്ല, ഒരു പെണ്ണാണ് എന്നൊരു വലിയൊരു ട്വിസ്റ്റ്. അതുപോലെ ആ ഫ്രണ്ടിൽ ഹാറ്റ് വെച്ച് ഫെമിലിയർ ആയിട്ട് തോന്നിയത് അത് വാങ്ഡോങ്ങിന്റെ ഫീമെയിൽ വെർഷനാണ് എന്ന ഒരു ഷോക്കായ കാര്യം അവന് മനസ്സിലായി. നമുക്ക് ഓൾറെഡി മുൻപേ അറിയാം, എങ്കിലും നമ്മൾ ഷോക്ക്. അവൻ ചെല്ലുമ്പോൾ നിങ്ടിയാനും മറ്റേ പെണ്ണ് മാറി വിളിക്കുന്നുണ്ട്. അവനവന്റെ ഹാർട്ടിൽ നിന്ന് ആണ് തിരഞ്ഞെടുക്കുന്നത്. സോറി എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഹാറ്റ് അത് വെച്ചാൽ വാങ്ഡോങ്ങിനെ വിളിച്ച് ഫേസ് പോലും കാണിക്കാതെ വിളിച്ചത് കൊണ്ട് അവർക്ക് ചർച്ച. അവൾക്ക് ആഗ്രഹം അതുപോലെ ആണല്ലോ. അവൾ വരുമ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ഹോബിന്റെ ഇടക്കേറി ഇതിനായി എതിർക്കുന്നത്.
പറഞ്ഞു അങ്ങനെ ഒരു റൂളുണ്ട്, രണ്ടുപേർക്കിടയിൽ ഒരാൾ കൂടി വന്ന ഫൈറ്റ് ചെയ്യണം, തോൽപ്പിച്ച് പ്രപ്പോസ് ചെയ്യണം. അവരുടെ ഫൈറ്റ് അത് തുടങ്ങാനായിട്ട് പറയുന്നു. അതും തുടങ്ങി. ഒന്നേ കൂടുതൽ സ്കിൽ യൂസ് ചെയ്ത് വരുന്നു. അവൻ മാറിക്കൊടുത്തു. പിന്നെ ലൈറ്റ് വേവ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഷൂന് വന്ന ഒറ്റ സ്കില്ലിൽ അവൻ ഫ്രീസായി. ഐസംബ്രസിന്റെ സ്കില്ല് ഉപയോഗിച്ച് ഒറ്റ ഒറ്റ പോകുന്നു. അങ്ങനെ ആ ചലഞ്ച് ഫെയിലായി. അവനോട് പ്രപ്പോസ് ചെയ്യാനായിട്ടും പറയുന്നു. അവനവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അവളുടെ അടുത്ത ഫ്ലവർ കൊണ്ട് വെറൈറ്റി ബ്രിഡ്ജ്. അതിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് ഇടയിൽ നടന്ന ഓരോ മെമ്മറി അത് കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ഫോളാണ്, ഇത്രയും നാളെ എനിക്ക് മനസ്സിലായില്ല നീ ഒരു പെണ്ണാണെന്ന്. അവളുടെ അടുത്ത് ഞാൻ എൻ്റെ മൈൻഡ് ചേഞ്ച് ആകാനാണോ നോക്കി, എൻ്റെ ഫീലിങ്സ് എന്താ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു റോസാപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ നിന്നെ ലൈഫ് ലോങ് സംരക്ഷിക്കും. അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ മുകളിലേക്ക് പോയിട്ട് അവളുടെ ഡ്രസ്സ്, ആ കവർ ചെയ്ത ഡ്രസ്സ് മാറി, അവളുടെ മുഖത്തുള്ള ഹാറ്റ് അതും കൂടി മാറ്റുമ്പോൾ എല്ലാവരും കണ്ണുകളിൽ പോയി. യുഹാബോ വരെ വാങ്ടോക്ക് പെണ്ണായിട്ട് ഇങ്ങനെയായിരുന്നു എന്നതാണ്. ആ റോസ് വാങ്ങിച്ച് അവൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അവർ നേരെ വന്ന് ആട് പെണ്ണാണ്, അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ചെറിയ എപ്പിസോഡാണ്, കാരണം ഓരോ എപ്പിസോഡായിട്ട് തന്നെ ഇടാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.